റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് അജ്നാസ് സുഹറയുടെ 7ാമത്തെ ക്ലാസ്സാണ്. അൽ ബാബു റാബിയു തഫാല യതഫാലു നെഹ്വു തബാദ യതബാദു എന്ന ഭാഗമാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് സുലാസി മസീദ് ഫിഹിയാണ്. നേരത്തെ പറഞ്ഞിരുന്നു ഫീലുകൾ 4 വിധമാണ്. 1 സുലാസി മുജറദ്, 2 സുലാസി മസീദ് ഫിഹി, 3 റൂബായി മുജറദ്, 4 റൂബായി മസീദ് ഫിഹി. ഇതിൽ രണ്ടാമത്തെ ഇനമായ സുലാസി മസീദ് ഫിഹി 14 ബാബുകളുണ്ട്. അതിൽ 3 ബാബുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 4ാമത്തെ ബാബാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തഫാല യതഫാലു. അതൊന്ന് നമുക്ക് സർഫാക്കി നോക്കാം. തഫാല യതഫാലു തഫാഉലൻ ഫഹുവ മുതഫായിലുൻ വതുഫൂഇല യതഫാലു തഫാഉലൻ ഫഹുവ മുതഫായിലുൻ അൽഅംറു മിൻഹു തഫാൽ വന്നഹ്യു ലാ തതഫാൽ. നെഹ്വ് ഉദാഹരണം നോക്കാം. തബാദ യതബാദു തബാഉദൻ ഫഹുവ മുതബായിദുൻ വതുബൂഇദ യതബാഅദു ഫഹുവ മുതബായിദുൻ അൽഅംറു മിൻഹു തബാദ് വന്നഹ്യു ലാ തതബാദ്. മുതഫായിലുൻ ഇസ്മു ഫായിലാണ്, മുതഫാലുൻ ഇസ്മു മഫൂലാണ്. ഒരേ ലഫ്ലാണ്. ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഐൻ ഫീലിന് കസർ വന്നപ്പോൾ ഇസ്മു ഫായിലാണ്, ഐൻക്ക് ഫത്ത് വന്നപ്പോൾ ഇസ്മു മഫൂലുമാണ്. ഇവിടെ 2 ഹർഫാണ് കൂടിയിട്ടുള്ളത്. ഒരു അലിഫും ഒരു താവും കൂടിയിട്ടുണ്ട്. മസീദ് ഫീഹി പറഞ്ഞത് അപ്പോൾ അധികമായിട്ട് വരുമല്ലോ. ഇവിടെ 2 അക്ഷരമാണ്. എന്തൊക്കെ 2 അക്ഷരം? അലിഫും താവും. കൃത്യമായ പദത്തിലേക്ക് നോക്കിയാൽ തഫാല നമ്മൾ പഠിക്കുന്നത് 4ാം ബാബാണ്. തഫാല തൊട്ട് മേലത്തെ 3ാം ബാബ് ഫാല. 3ാം ബാബിലെ ഫാലയിൽ ഒരു താവ് വന്നു. അപ്പോൾ 4 ബാബായി. ഫാലയിൽ താവ് വന്നാൽ എന്താണ്? തഫാല. അതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അതിന് ഉദാഹരണം എന്താ പറഞ്ഞത്? തബാദ. അപ്പോൾ തബാദയിലും തഫാലയിലും 1ാമത്തെ അക്ഷരം താ ആണ്. നമ്മൾ പണ്ട് പഠിച്ചിരുന്നു. അത്തൈന വന്നാൽ മുലാരീൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അത്തൈന അലിഫ്, താവ്, യാവ്, നൂന് ആദ്യം വരിക. അത് വന്നാൽ മുലാരി ആകും പറഞ്ഞിരുന്നു. ഇത് മുലാരി അല്ല. കാരണം അത്തൈന മുലാരീനെ തിരിച്ചറിയാനുള്ള 4 അക്ഷരങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്ന് തുടക്കത്തിൽ വന്നാൽ മുലാരി ആകും എന്ന് പറഞ്ഞിരുന്നു. ഇത് മുലാരി അല്ല. താവ് വന്നില്ലേ? തഫാല തബാദ. ആദ്യം താ ആണ് വന്നത്. മുലാരി അല്ല, മാലിയാണ്. വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് നാം മനപ്പാടമാക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്നുകൂടി ചൊല്ലി നോക്കൂ. അൽ ബാബു റാബിയു 4ാമത്തേത്. മൊത്തം 14 ബാബല്ലേ ഉള്ളത്. തഫാല യതഫാലു തഫാഉലൻ ഫഹുവ മുതഫായിലുൻ വതുഫൂഇല മുതഫാലു അൽഅംറു മിൻഹു തഫാൽ വന്നഹ്യു ലാ തതഫാൽ നെഹ്വു തബാദ യതബാദു. തബാദ പോലെ ഏതാണ്? ഉദാഹരണം ചൊല്ലി നോക്കാം. തഫാല പോലെ. തബാദ യതബാദു തബാഉദൻ ഫഹുവ മുതബായിദുൻ വതുബൂഇദ യതബാഅദും തബാഉദൻ ഫഹുവ മുതബാഅദുൻ അൽഅംറു മിൻഹു തബാദ് വന്നഹ്യു ലാ തതബാദ്. അപ്പോൾ സുലാസി മസീദ് ഫീഹി നമ്മൾ 4 ബാബ് പഠിച്ചു. ഏതൊക്കെ? അഫ്അല, ഫഅല, ഫാഅല, തഫാല. അങ്ങനെ മറുപടി പറഞ്ഞാൽ മതി. പൂർണ്ണമായ 1ാം വർഷ വിദ്യാർത്ഥിയാണ്. ആദ്യമായിട്ടാണ് അജ്നാസ് സുഹറ ഓതുന്നത്. പഠിച്ച 4 ബാബ് ഏതാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് പറയേണ്ടത്. അഫ്അല യുഫ്ഇലു, അക്രമ യുക്രിമു. 2ാമത്തേത് ഫഖല യുഫഖിലു, ഫറജ യുഫരിജു. 3ാമത്തേത് ഫാല യുഫായിലു, കാത്തല യുക്കാത്തിലു. 4ാമത്തേത് തഫാല യതഫാലു തബാദ യതബാദു. 4 ബാബും അതിൻ്റെ ഉദാഹരണവും അതിൻ്റെ മുസ്തഖിബിലും മുലാരിയും പറയും. തബാദ അർത്ഥം പരസ്പരം വിദൂരത്തായി. ഇപ്പോൾ നമ്മൾ ചൊല്ലിയത് അജ്നാസിൻ്റെ ശൈലിയാണ്. അജ്നാസിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ എന്താ? മാലി, മുലാരി, ഇസ്മു ഫായില്, മസ്തർ
ഇങ്ങനെയൊക്കെയാണ് അജിനാസിൻ്റെ ശൈലി. അംറ് നഹി അങ്ങനത്തെ ശൈലിയാണ്. അങ്ങനെയാണ് അജിനാസിൻ്റെ ശൈലി. എന്നാൽ ഈ പഠിച്ച 4ാമത്തെ ബാബ് തഫാലയെ മീസാനിൻ്റെ ശൈലിയിൽ ചൊല്ലി നോക്കാം. മീസാനിൻ്റെ ശൈലിയിൽ ചൊല്ലി നോക്കാം. തഫാല എന്നുള്ളത് മാലിയാണ്. താ വന്നതുകൊണ്ട് മുളാരി അല്ല, മാലിയാണ്. മാലി മഅറൂഫ് മുസ്ബത്താണ്. അത് മീസാൻ്റെ ശൈലിയിൽ ഒന്ന് ചൊല്ലി നോക്കാം. 1-ാം ഫസിൽ ഫാല, 2-ാം ഫസിൽ മാ ഫാല, 3-ാം ഫസിൽ ഫുയില, 4-ാം ഫസിൽ മാ ഫുയില. അങ്ങനെ അജിനാസിൻ്റെ ശൈലി ഇന്നത്തെ പാഠം ചൊല്ലാം. അപ്പോൾ 1-ാം ഫസിൽ ഫാല ഫാല, ഫാലു, ഫാലത്ത്, ഫാലത്ത, ഫാൽന, അങ്ങനെ 14 ചൊല്ലുന്നത് പോലെ. തഫാലയെ ഒന്ന് ചൊല്ലി നോക്കാം. 4-ാം ബാബ് മാലി മഅറൂഫ് മുസ്ബത്ത്. തഫാല തഫാല തഫാലു, തഫാലത്ത് തഫാലത്ത, തഫാൽന, തഫാൽത്ത തഫാൽത്തുമാ, തഫാൽത്തും, തഫാൽത്തി തഫാൽത്തുമാ, തഫാൽത്തുന്ന, തഫാൽത്തു, തഫാൽന. ഇത് 1-ാം ഫസിൽ 14 സിഹകളായിട്ട് സർഫാക്കും. ഇനി 2-ാം ഫസിൽ ഏതാണ്? മാതഫാല മാതഫാല മാതഫാലു, മാതഫാലത്ത് മാതഫാലത്ത, മാതഫാൽന, മാതഫാൽത്തു മാതഫാൽത്തുമാ, മാതഫാൽത്തും, മാതഫാൽത്തി മാതഫാൽത്തുമാ, മാതഫാൽത്തുന്ന, മാതഫാൽത്തു, മാതഫാൽന. ഇനി മാലി മജ്ഹൂല് മുസ്ബത്താക്കാം. തുഫൂയില തുഫൂയില തുഫൂയിലു, തുഫൂയിലത്ത് തുഫൂയിലത്ത, തുഫൂയിൽന, തുഫൂയിൽത്തു തുഫൂയിൽത്തുമാ, തുഫൂയിൽത്തും, തുഫൂയിൽത്തി തുഫൂയിൽത്തുമാ, തുഫൂയിൽത്തുന്ന, തുഫൂയിൽത്തു, തുഫൂയിൽന. ഇത് 4. മാ കൊടുത്താൽ മാലി മജ്ഹൂല് മൻഫിയായി. മാ തുഫൂയില മാ തുഫൂയില മാ തുഫൂയിലു, മാ തുഫൂയിലത്ത് മാ തുഫൂയിലത്ത, മാ തുഫൂയിൽന, മാ തുഫൂയിൽത്തു, മാ തുഫൂയിൽത്തുമാ, മാ തുഫൂയിൽത്തും, മാ തുഫൂയിൽത്ത്, മാ തുഫൂയിൽത്തുമാ, മാ തുഫൂയിൽന, മാ തുഫൂയിൽത്തു, മാ തുഫൂയിൽന. അങ്ങനെയൊക്കെ ചൊല്ലാം. അങ്ങനെ മുളാരി മഅറൂഫ് മുസ്ബത്താക്കാം. ഈ മുളാരി യതഫാലു യതഫാലാനി യതഫാലൂന യതഫാലു തതഫാലു തതഫാലാനി തതഫാൽന, തതഫാലു തതഫാലാനി തതഫാലൂന തതഫാലീന തതഫാലാനി തതഫാൽന, അതഫാലുന തഫാലു. ഇത് മുസ്ബത്തല്ലേ. ഇനി എങ്ങനെ മംഫിയാക്കാം? മുളാരി മഅറൂഫ് മംഫി ലാ ചേർത്താൽ മതി. ലാ യതഫാലു ലാ യതഫാലാനി ലാ യതഫാലൂന. അങ്ങനെ 14 ചൊല്ലുക. ഇനി എങ്ങനെ അംറ് ഹാളിറാക്കാം? തഫാലിനെ കേട്ടിട്ടില്ലേ? തഫാൽ തഫാല തഫാലു, തഫാലി, തഫാല, തഫാൽന. അതിൻ്റെ ഇസ്മു മഫ്ഊല് ഒറ്റ വാക്ക്. മുത്തഫായിൽ പിന്നെന്താ വ്യത്യാസം? ഐനക്ക് കസ്റായപ്പോൾ ഇസ്മു മഫ്ഊല്, ഐനക്ക് ലൊമ്മായപ്പോൾ മുത്തഫാലുൻ. ഇസ്മു മഫ്ഊൽ. അപ്പോൾ ഇസ്മു ഫായിൽ എന്താ? ഐനക്ക് കസർ. മുത്തഫാലുൻ ഒന്ന് സർഫാക്കാം. മുത്തഫാലും മുത്തഫാലാനി മുത്തഫാലൂന മുത്തഫാലത്തുൻ മുത്തഫാലത്താനി മുത്തഫാലാത്തുൻ. ഇപ്പോൾ നമ്മൾ ചൊല്ലിയത് ഇസ്മു ഫായിലാണ്. ഇസ്മു മഫ്ഊൽ എന്താ? അതേ വാക്ക് തന്നെ, മുത്തഫാലുൻ. മുത്തഫാനി മുത്തഫാലുൻ മുത്തഫാലാനി മുത്തഫാലൂന മുത്തഫാലത്തു മുത്തഫാലത്താനി മുത്തഫാലാത്തുൻ. ഇനി തക്കീദിൻ്റെ നൂന് കൊടുക്കാം. മുളാരി മഅറൂഫ് മുസ്ബത്ത്. അഫീഫാൻ്റെ നൂന് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ സർഫാക്കാം. ലയത്തഫാഅലുൻ ലയത്തഫാഅലൻ ലയത്തഫാഅലുൻ ലതതഫാഅലൻ ലതതഫാഅലൻ ലതതഫാഅലുൻ ലതതഫാഅലിൻ ലതഫാഅലൻ. ഇത് ഹഫീഫാൻ്റെ നൂനാണ്. ഇനി ഷക്കീലാൻ്റെ നൂന് കൊടുക്കുക. അംറ് ഓയിബിൽ ഷക്കീലാൻ്റെ നൂന് കൊടുക്കുകയാണെങ്കിൽ ലിയത്തഫാഅലിന്ന ലിയത്തഫാഅലാനി ലിയത്തഫാഅലുന്ന, അങ്ങനെ സർഫാക്കാൻ പറ്റും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാഹിർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 7ാമത്തെ പാഠം ഇവിടെ പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.